ധ്യാനത്തിനായി പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 38 വരെയുള്ള ദൈവവചന ഭാഗത്തിൽ നിന്നുള്ള ഒരു ആത്മീയ ചിന്തയാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 38 വരെയുള്ള വേദവചന ഭാഗങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്ക് 7ഉം 8ഉം 9ഉം വാക്യമൊന്ന് വായിക്കാം. A woman from Samaria came to draw water. Jesus said to her, "Give me a drink." For his disciples had gone away into the city to buy food. The Samaritan woman said to him, "How is it that you, a Jew, ask for a drink from me, a woman of Samaria? For Jews have no dealings with Samaritans." ഇവിടെ വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ്. അനേക സന്ദേശങ്ങൾ നാം കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ ദൈവവചന ഭാഗമാണ്. ഈ വേദപുസ്തകത്തിലെ ക്യാരക്ടർ സ്റ്റഡി, നമ്മൾ വ്യക്തികളെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിനും അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തോടും അവരുടെ സമൂഹത്തിൽ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ ആത്മീകതയും മതാന്തതയും തമ്മിലുള്ള ഒരു അന്തരം. ഇതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ട്രൂ സ്പിരിച്വാലിറ്റി വേഴ്സസ് ഒരു റിലിജിയോസിറ്റി, അതാണ് യഥാർത്ഥ ആത്മീകതയും. ഇത് നമ്മൾ പലപ്പോഴും പലതിനെയും കണ്ടിട്ട് അത് ആത്മീകതയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അത് മുൻപും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് ഇന്നിന്റെ ഒരു പ്രശ്നമല്ല, അത് മുന്നമേയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്താ പറയാ, പലതിനെയും നമ്മൾ സ്പിരിച്വൽ എന്ന് നാം വിശ്വസിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു കോൺവെർസേഷൻ വിത്ത് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ, അവിടെ അതിൻ്റെ അകത്തിലെ ആ വെർബാറ്റിം ഒക്കെ ഒന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവർ തമ്മിലുള്ള കോൺവെർസേഷനിലൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് യോഹന്നാൻ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ യഥാർത്ഥ ആത്മീകത, ദ ട്രൂ സ്പിരിച്വാലിറ്റി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ അകത്തില് ഈ ഒരു പറഞ്ഞ 7 to 38 അകത്തിൽ നിന്ന് ഒരു 6 കാര്യങ്ങൾ നിങ്ങളുമായിട്ട്, യഥാർത്ഥ ആത്മീകതയുമായി ബന്ധപ്പെട്ട 6 കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഈ ഒരു കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, ആ സിറ്റുവേഷൻ നമുക്കറിയാം, അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ദ ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ കാര്യം 10ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യേശു അവിടെ കടന്നു വരുന്നു. ശമരിയ സ്ത്രീ അവനോട്, "നീ യഹൂദനായിരിക്കെ ശമര്യക്കാരുത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്?" എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. സോ നിങ്ങൾ യഹൂദരാണ്, ഞങ്ങൾ ശമര്യരാണ്, നമ്മൾക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതിൽ നിന്ന് തുടങ്ങുന്നു ആ ഒരു കോൺവെർസേഷൻ. യേശു ആ വ്യക്തിയോട് കണക്ട് ചെയ്യാനായിട്ട് വെള്ളം ചോദിക്കുന്നു. ആ വ്യക്തി പറയുകയാണ്, നമ്മൾക്ക് തമ്മിൽ ഒരു കണക്ഷനുമില്ല, ഒരു സമ്പർക്കവുമില്ല. ഒന്നാമത്തെ കാര്യം യേശു അവിടെ ചെയ്യാൻ ആഗ്രഹിച്ചത്, ഹി വാണ്ട് ടു ബ്രേക്ക് ദ മെന്റാലിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ട്രൂ സ്പിരിച്വാലിറ്റിക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം ബ്രേക്കിംഗ് ദ മെന്റാലിറ്റി. ഒന്നാമത് ഒരു മനോഭാവത്തെ അവിടെ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ സമ്പ്രദായത്തെ അവിടെ ബ്രേക്ക് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് ഈ യഹൂദന്മാര് ശമര്യര് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കേട്ടതും പഠിച്ചതും ചരിത്രത്തിൽ അവർ സഞ്ചരിച്ചതുമായ പാതകളെല്ലാം അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, വി ആർ നോട്ട് കണക്റ്റഡ്, നമ്മൾക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന ഒരു മെന്റാലിറ്റി അവിടെ എന്ത് ചെയ്യാണ്, ആദ്യത്തെ അതങ്ങ് ബ്രേക്ക് ചെയ്യും. കർത്താവ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. പലപ്പോഴും ഈ ആത്മീയതയുടെ തുടക്കം പലപ്പോഴും യഥാർത്ഥ ആത്മീയത, നമ്മളൊക്കെ ആത്മീയരാണ്, ആ ഒരു ട്രൂ സ്പിരിച്വാലിറ്റിയിലേക്ക് നാം എത്തുന്നത് നമ്മുടെ പല എന്താ പറയാ, ആ ഒരു മെന്റാലിറ്റി
പലതും ആ ഒരു ആറ്റിറ്റ്യൂഡിനെയൊക്കെ പലപ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അതിൽ നിന്നാണ് യഥാർത്ഥ ഒരു ആത്മീയതയുടെ തുടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാർ. ഈ വ്യക്തിയും പറയുന്നത് ഞാനൊരു ആത്മീയയായ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കും ആത്മീയതയുണ്ട്, ആത്മീയതയിലാണ് ഞങ്ങളും സഞ്ചരിക്കുന്നതെന്നൊക്കെ പിന്നീട് നാം വായിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ടെങ്കിലും യേശു കർത്താവ് അവളോട് ആദ്യമായിട്ട് പറയാം നമുക്ക് തമ്മിൽ അങ്ങനെ ഒരു അന്തരമില്ല എന്ന് ആ വ്യക്തിയെ മനസ്സിലാക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു പ്രധാനപ്പെട്ട 3 ഇഷ്യൂസ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പാർട്ട് ഫ്രം ദിസ് എന്താ പറയാ ശമരിറ്റൻ ആൻഡ് ജൂയിഷ് എന്നൊക്കെ പറയുന്ന ഇതിൽ നിന്ന് കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, അതൊരു സ്ത്രീയാണ്. 2, അവരൊരു സമരിയക്കാരിത്തിയാണ്. 3, അവരുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനബിൾ പാസ്റ്റാണ്. അത് റെപ്യൂട്ടേഷൻ ഒക്കെ ഒന്നും വലുതായിട്ടില്ല. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയാം ഈ വ്യക്തിയുമായിട്ട് യാതൊരു നിലവാരത്തിലും ഒരു യഹൂദന സമ്പർക്കം പുലർത്താതിരിക്കേണ്ടുന്നതിന് എടുത്തു പറയാൻ കഴിയുന്ന 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്ത്രീയാണ്. സാധാരണ റബിമാരോ അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ പൊതുവിൽ നിന്നൊരു സ്ത്രീയോട് സംസാരിക്കുകയോ അങ്ങനെ ഇന്ററാക്ട് ചെയ്യുകയോ ചെയ്യാറില്ല. 2, അതൊരു സമരിട്ടനാണ്. അങ്ങനെ ഒത്തിരി വൈരുദ്ധ്യങ്ങളും ഒത്തിരി വ്യത്യാസങ്ങളും ആശയപരമായിട്ടും ആചാരപരമായിട്ടും സമ്പ്രദായങ്ങൾ കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും രാജ്യം കൊണ്ടും ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നവരാണ്. അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു കണക്ഷൻ അവിടെ ഇല്ല. അതിനെയും ബ്രേക്ക് ചെയ്ത് തൻ്റെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു റെപ്യൂട്ടേഷനെയും ബ്രേക്ക് ചെയ്തിട്ട് യേശു അവിടേക്ക് വരികയാണ്. വന്നിട്ട് ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ നിന്ന് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദ മെന്റാലിറ്റി. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പല ട്രഡീഷൻസും പല അൺവാണ്ടഡ് ആയിട്ടുള്ള, നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലോ, ഇഫ് യു വാണ്ട് ടു ലേൺ സംതിങ് വി നീഡ് ടു അൺലേൺ many things that we already learned. No, so അപ്പം ആ പലതും അൺലേൺ ചെയ്ത പല കാര്യങ്ങൾ സത്യത്തിൽ യഥാർത്ഥ ആത്മീയതയ്ക്ക്, ട്രൂ സ്പിരിച്വാലിറ്റിക്ക് ഊർജം പകരുന്നതോ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതോ അല്ല. പലതും ചില കേട്ടറിവുകളായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായി കൊണ്ടുവന്നതായിരിക്കാം. അതിനെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സ്ത്രീയെ ആദ്യം കർത്താവ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യത്തെ നടപടി, ആദ്യത്തെ ഇടപാട്. അല്ലെങ്കിൽ ആദ്യമേ വന്നിട്ട് അവിടെ ജീവിതത്തെ കുറിച്ച് ഒന്നും അല്ല അവിടെ ചോദിക്കുന്നത്. ആദ്യത്തെ ഇവര് തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റുന്ന നിലവാരത്തിലുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. സെക്കൻഡ് തിങ്, ഒന്നാമത്തേത് അതായിരുന്നു ബ്രേക്കിംഗ് ദ മെന്റാലിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വേഴ്സ് 10 വരുമ്പോൾ നമുക്ക് കാണാനായി കഴിയുന്ന ഒരു കാര്യമുണ്ട്. 10ാമത്തെ വാക്യത്തിൽ താഴ്ത്തു വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം, ഫസ്റ്റ് വൺ ബ്രേക്കിംഗ് ദ മെന്റാലിറ്റി, സെക്കൻഡ് വൺ നോയിങ് ദ റിയാലിറ്റി. രണ്ടാമത് ആ റിയാലിറ്റിയെ തിരിച്ചറിയുക. എന്താണ് റിയാലിറ്റി? റിയാലിറ്റി ഞാൻ ആരാണെന്ന് അറിയുകയും നീ ആരാണെന്ന് നീ മനസ്സിലാക്കുകയും ചെയ്യുക. യഥാർത്ഥ ആത്മീയതയുടെ മറ്റൊരു തലമാണ്. സോ യു നീഡ് ടു നോ ദാറ്റ് ഹു ഐ ആം. ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കി, നീ ആരാണെന്ന് നീ മനസ്സിലാക്കുകയും ചെയ്താൽ ഞാൻ ഈ ചോദിച്ച ചോദ്യം നീ തിരിച്ച് എന്നോട് ചോദിക്കുമായിരുന്നു. എത്ര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. എന്താണ്? ആ റിയാലിറ്റിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല, ആ റിയാലിറ്റിയെ മനസ്സിലാക്കിയില്ല. ഒരു പെറിഫറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇതൊരു യഹൂദനാണ്, അദ്ദേഹം ഒരു റബി ആയിരിക്കാം, ഒരു യഹൂദനാണ്, അദ്ദേഹത്തിന് സാധാരണ നിലവാരത്തിൽ എന്നോടത് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സമ്പർക്കമില്ല. അതിന്റെ ഉപരിയായിട്ട് യഥാർത്ഥത്തിൽ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അതാണ് പറഞ്ഞത്, ആരാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ചോദിച്ച ചോദ്യം നീ എന്നോട് തിരിച്ചു ചോദിക്കുമായിരുന്നു. പലപ്പോഴും നമ്മള് യേശു ആരാണ് എന്ന ആ വലിയൊരു അറിവ്, അതാണ് നമ്മളെ യഥാർത്ഥ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പിള്ളേർക്ക് ഇങ്ങനെ സൺഡേ സ്കൂളിന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഈ നമ്മള് ഈ പ്രപഞ്ചത്തെയും കൂടെ ഒക്കെ ഒന്ന് നോക്കണം ഇടയ്ക്ക്. സോ വി നീഡ് ടു ലുക്ക് അറൗണ്ട്.
നമ്മുടെ യൂണിവേഴ്സിനെയൊക്കെ നോക്കണം. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ പ്രപഞ്ചമൊക്കെ ഒന്ന് നോക്കുമ്പം ആ പ്രപഞ്ച സൃഷ്ടിതാവായ ഒരു ദൈവത്തെ മനസ്സിലാക്കാനായി സാധിക്കും. വലിയൊരു ഈ നമുക്ക് ഈ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഒരു ചോദ്യം അങ്ങ് ചോദിക്കട്ടെ, ലൈറ്റിന്റെ വേഗത എത്രയാണ്? വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്? ഏറ്റവും ഏറ്റവും വേഗം കൂടിയത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടതിൽ പ്രകാശമല്ലേ? ലൈറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ്. ഏറ്റവും വേഗം എത്രയാണ്? ഏറ്റവും വേഗം ലൈറ്റിന്റെ വേഗം അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എത്ര? അയ്യോ പാസ്റ്ററെ, ഇങ്ങനെയുള്ള ചോദ്യം ഒന്നും ചോദിക്കല്ലേ. ഓക്കെ, ഞാൻ തന്നെ പറയാം. 3 ലക്ഷം കിലോമീറ്റർ അല്ലെ, 3 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത്. അതായത് 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ ഏറ്റവും കൂടിയ വേഗത എന്ന് പറയുന്നത്. അതിൽ കൂടിയ ഒരു വേഗതയൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിൽ കൂടിയ വേഗതയൊന്നും, അതാണ് കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പ്രകാശത്തിന്റെ വേഗത. നമ്മൾ പലപ്പോഴും ചില സ്കൂട്ടറൊക്കെ, അല്ലെങ്കിൽ സ്കൂട്ടറോ ബൈക്കോ കാറോ കുഞ്ഞുങ്ങളൊക്കെ പറയും, എന്റെ പിള്ളേരും ഇവിടെ പറയുന്ന പോലെ, അപ്പൊ അത് ഭയങ്കര സ്പീഡുള്ള കാറാ, ഭയങ്കര ഹൈ സ്പീഡാണ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കും, ഏതാണ് ആ വണ്ടി? നമുക്കറിയാത്ത വണ്ടിയുടെ പേരൊക്കെയാ പിള്ളേർ പറയുന്നത്. അത് ഭയങ്കര സ്പീഡാന്ന് പറയും. പോട്ടെ, കാറും പോട്ടെ, ഇനി ഫ്ലൈറ്റ് എടുക്കാം. ഫ്ലൈറ്റ് എടുത്താലും ഏറ്റവും കൂടിയ എത്ര? 2000 3000 കിലോമീറ്ററുകളൊക്കെ മണിക്കൂറിൽ സഞ്ചരിക്കുന്നതിനെ നമ്മൾ ഏറ്റവും വലിയ സ്പീഡ് എന്ന് പറയും, അല്ലെ? ഒരു മണിക്കൂറിൽ 3000 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനെ വളരെ സ്പീഡ് ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ്, ഞാൻ ഈ പറഞ്ഞ 1 സെക്കൻഡിന്റെ അകത്തിൽ 3 lakhs കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കുന്നു. അങ്ങനെ പ്രകാശം ഒരു സെക്കൻഡ് അല്ല, അപ്പൊ രണ്ട് സെക്കൻഡ് ആകുമ്പോ എത്ര ദൂരം ആകും? എന്റെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് 2 സെക്കൻഡ് ആകുമ്പോ എത്ര ദൂരം പോകും മക്കളെ? 2 സെക്കൻഡ് ആകുമ്പോ, 1 സെക്കൻഡ് ആകുമ്പോ 3 lakhs, 2 സെക്കൻഡ് ആകുമ്പോഴോ 6 lakhs. 6 lakhs. If it is 10 seconds, 30 lakhs. പ്രായമുള്ളവർ തെറ്റാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണേ. അതോ നമ്മൾ എല്ലാരും മാത്തമാറ്റിക്സ് ആണോ? 10 സെക്കൻഡ്, 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ 10 സെക്കൻഡിൽ എത്ര ആവും? പറഞ്ഞ ശരി. അപ്പം ഇനിയിപ്പോ പോട്ടെ, 10 സെക്കൻഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കുക. 10 സെക്കൻഡ് 1 മണിക്കൂറാണെങ്കിലോ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അത് എത്രയാണെന്ന് കാൽക്കുലേറ്ററിൽ വരുമോ? ഇനിയിപ്പോ കാൽക്കുലേറ്റർ എടുത്താലും വരുമോ? ഡിജിറ്റ് ഒന്നും കിട്ടത്തില്ല, പിന്നെ പ്ലസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും അവിടെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മാസം പ്രകാശം ഇങ്ങനെ കണ്ടിന്യൂസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രകാശം 1 വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത്. 1 ലൈറ്റ് ഇയർ. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ അളക്കാൻ, പ്രപഞ്ചത്തിന്റെ ഒരു പാരാമീറ്റർ, സ്പീഡ്, നമ്മുടെ ഇതിനെ അളക്കാൻ ഒരു പാരാമീറ്റർ കൊടുത്തിരിക്കുകയാണ്, ലൈറ്റ് ഇയർ. ഞാനൊരു മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ലൈറ്ററുമായിട്ട് കണക്ട് ചെയ്യും. അതായത് നമ്മുടെ ഈ സോളാർ സിസ്റ്റം, നമ്മുടെ ഭൂമിയും ഗ്രഹങ്ങളും നക്ഷത്രമായ സൂര്യനുമൊക്കെയുള്ള ഈ സോളാർ സിസ്റ്റം, ഇതുപോലെയുള്ള ക്രോസ് ഓഫ് സോളാർ സിസ്റ്റംസ് അല്ലെങ്കിൽ സ്റ്റാർസ് ഒക്കെ ഉള്ള ഒരു മിൽക്കി വേ എന്ന നമ്മുടെ ഗാലക്സി മിൽക്കി വേ. ഈ ഗാലക്സിയുടെ ഒരു സൈഡിൽ നിന്ന്, ഇപ്പൊ നമ്മുടെ സാജു ചാൻ ഒരു സൈഡിൽ നിന്ന് ഒരു ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, ശാസ്ത്രം പറയുന്നത് ലൈറ്റിന്റെ സ്പീഡിൽ ദിവസ അങ്ങ് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, one place from the one end to the other end of the മിൽക്കി വേ എന്ന നമ്മുടെ ഗാലക്സിയുടെ അപ്പുറത്ത് എത്തണമെങ്കിൽ 1 ലക്ഷം പ്രകാശ വർഷം സഞ്ചരിക്കണം. 1 ലക്ഷം പ്രകാശ വർഷം സഞ്ചരിച്ചെങ്കിലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതൊന്നും ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ ആൻഡ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഇത് നമ്മൾ സത്യത്തിൽ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്താൻ 1 ലക്ഷം പ്രകാശ വർഷം. അത് കണ്ടിന്യൂസ് സഞ്ചരിക്കും. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. എന്നിട്ട് പോലും എത്താൻ കഴിയണമെന്നില്ല. അങ്ങനെ ഇത്ര ബൃഹത്തായ കോടിക്കണക്കിന് മിൽക്കി വേ പോലെയുള്ള ഗാലക്സീസ് അടങ്ങിയതാണ് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ വലിയ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചിന്തകന്റെ ചിന്ത ഇതാണ്: നമ്മുടെ യൂണിവേഴ്സ് പോലും ഒരു വലിയ
ആയിരക്കണക്കിന് പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിന്റെ ഒരു ഇതൾ മാത്രമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്നാണ് തന്റെ ചിന്ത താൻ പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം വലിയ ബൃഹത്തായ, ഇത്ര ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ സകലത്തെയും ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ തന്റെ വാക്കുകൊണ്ട് ഉളവാക്കിയ സർവശക്തൻ ആരാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾ മാറും, നമ്മുടെ പ്രാർത്ഥനാ രീതികൾ മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ ആത്മീയതയ്ക്ക് വലിയ വ്യത്യാസമുണ്ടാകും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. ഈ വലിയ ദൈവം, നമ്മൾ പലപ്പോഴും ദൈവത്തെ അങ്ങ് വളരെ ചുരുങ്ങിയ കാണുന്നത്. നമ്മൾ ഈ യൂണിവേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫിസിക്സോ ആസ്ട്രോഫിസിക്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവര് നമ്മൾ പറയും, ചിന്തിച്ചിട്ടൊക്കെ എത്ര വലിയ സംഭവം അവരൊക്കെ, ഇത്ര വലിയ കാര്യം. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പുസ്തകങ്ങളൊക്കെ കിട്ടുന്ന മലയാള തർജ്ജമകളൊക്കെ വായിക്കുമായിരുന്നു. അതൊക്കെ വായിച്ചിട്ട് നമ്മൾ ചിന്തിക്കും, എന്ത് വലിയൊരു ഒരു പ്രപഞ്ചം, ഇതിനെക്കുറിച്ചൊക്കെ അവർ പഠിച്ച് അവരുടെ ബുദ്ധി എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ. പക്ഷെ ഞാൻ അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം, ആ സൃഷ്ടിതമായ ദൈവത്തെ ഒന്ന് നാം ആ നിലവാരത്തിൽ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വലിയൊരു ആത്മീയ സത്യം പറഞ്ഞിരിക്കുക. യഥാർത്ഥ ആത്മീയതയുടെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്നും അറിഞ്ഞുവെങ്കിൽ, ഇഫ് യു നോ, നീ അത് അറിഞ്ഞെങ്കിൽ നീ അത് എന്നോട് ചോദിക്കുമായിരുന്നു. ഇന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ആത്മീയതയുടെ മറ്റൊരു സത്യം ഇതാണ്. നാം യഥാർത്ഥത്തിൽ യേശു ആരാണ്, ദൈവം ആരാണ് എന്ന തിരിച്ചറിവ് ആഴത്തിൽ നമുക്കുണ്ടായാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ ആത്മീയതകൾക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ സുവിശേഷീകരണത്തിന് മാറ്റമുണ്ടാകും, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തിന് മാറ്റമുണ്ടാകും, ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുന്നതാണ് യേശു ആരാണ്, ദൈവം ആരാണ്, ഞാൻ ആരാണ് എന്ന ഒരു തിരിച്ചറിവ്. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് നോയിങ് ദ റിയാലിറ്റി. ഇന്ന് വൈകിയ സമയം നമ്മുടെ ഈ ആത്മീക യാത്രയുടെ ആത്മീക മുന്നേറ്റത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ, കർത്താവേ, ഈ സർവശക്തനായ ദൈവത്തിന്റെ അങ്ങ് വെളിപ്പെടുത്തിയ അറിവ് മാത്രമേ എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുള്ളൂ. അതും ആഴത്തിലൊന്ന് അറിയാൻ, അനുദിനം അറിയാൻ അങ്ങനെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. ആ പ്രാർത്ഥനയിൽ നിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ജീവിതത്തിൽ കാണുവാനായി സാധിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിങ് ദ സ്പെഷ്യാലിറ്റി. അതാണ് മൂന്നാമത്തെ കാര്യം, എക്സ്പീരിയൻസിങ് ദ സ്പെഷ്യാലിറ്റി. അനുഭവിക്കുക, ആ സ്പെഷ്യാലിറ്റി അനുഭവിക്കുക. എന്താ സ്പെഷ്യാലിറ്റി ഇതാണ്. യേശു പറയുകയാണ്, നീ ദൈവത്തിന്റെ ദാനം, യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ ദാനമാണ്. ആ ഒരു അറിവ് ആ സ്ത്രീയെ അങ്ങ് സമൂലമാക്കി മാറ്റി, ചേഞ്ച് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അവിടെ കൊണ്ടുവരികയാണ്. യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നീ നിന്റെ മാതാപിതാക്കളുടെ ഒരു മാതാപിതാക്കളിലൂടെ വന്നു, ശരിയാണ്. പക്ഷെ മാതാപിതാക്കളുടെ ഒരു അറിവോ മാതാപിതാക്കളുടെ അതൊന്നുമല്ല. നീ ഒരു ദൈവത്തിന്റെ ദാനമാണ്, നീ ഭൂമിയിലായിരിക്കുന്നത് ദൈവിക ഉദ്ദേശത്തോടു കൂടെയാണ് എന്ന് ആ സ്ത്രീയോട് പറയുകയാണ്. സമൂഹം വ്യത്യസ്ത നിലവാരത്തിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ, സമൂഹം വ്യത്യസ്ത നിലവാരത്തിൽ ഒരു ശമര്യക്കാരനെ കാണുമ്പോൾ, സമൂഹം വ്യത്യസ്ത നിലവാരത്തിൽ ഒരു ക്വസ്റ്റ്യനബിൾ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ യേശു അവളോട് പറയാണ്, യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ ദാനമാണ്. ആ ഒരു അറിവ് തന്നെ ആ ഒരു സ്പെഷ്യാലിറ്റി, എക്സ്പീരിയൻസിങ് ദ സ്പെഷ്യാലിറ്റി, ആ ഒരു ചിന്ത തന്നെ മാറ്റുവാനിടയായി. അത് പറഞ്ഞിട്ട് പറയുകയാണ്, നീ ഇത് അറിഞ്ഞാൽ, നീ ഇത് മനസ്സിലാക്കിയാൽ നീ എന്നോട് ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യത്തിൽ നീ സാറ്റിസ്ഫൈഡ് ആവും. യു വിൽ ബി സാറ്റിസ്ഫൈഡ്. ബാക്കി നീ ആ അറിവില്ലാത്തത് കൊണ്ടാ, ഈ ദൈവത്തിന്റെ ദാനമെന്ന തിരിച്ചറിവില്ലാത്തത് കൊണ്ടാ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്നൊരു ചോദ്യം നിനക്കിപ്പോൾ ഉള്ളത്. പക്ഷെ നീ ആരാണെന്ന്, ഞാൻ ആരാണെന്നും നീ ദൈവത്തിന്റെ ദാനമാണെന്നും ഒരു തിരിച്ചറിവുണ്ടായാൽ ആ ചോദ്യം നിന്നിൽ നിന്നുണ്ടാകും. ആ വെള്ളം ഞാൻ നിനക്ക് തരുമ്പോൾ യു വിൽ ബി സാറ്റിസ്ഫൈഡ്. ഈ ബാക്കിയുള്ള നീ കുടിക്കുന്ന വെള്ളങ്ങളെല്ലാം നിനക്ക് സാറ്റിസ്ഫാക്ഷൻ തരത്തില്ല. ഇന്ന്
ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന ഒരു അവസ്ഥ, ഒരു 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 സൈക്കോളജിക്കൽ ഒരു ഫീലിംഗ് ആണ്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ, നമുക്കൊരു സംതൃപ്തി ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു മാനസികമായ ഒരു അവസ്ഥയാണ്. എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും നമുക്ക് സംതൃപ്തി ഉണ്ടാകണമെന്നില്ല. ആത്മീയ കാര്യങ്ങൾ ഒഴിച്ച് നമുക്ക് ആത്മീയമായി വളരണം, ഇനിയും വളരണം എന്ന ആ ഒരു ഒരു അതൃപ്തി നമുക്കുണ്ടായിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ തൃപ്തരായിരിക്കണം. ആ തൃപ്തിയുള്ളതാണ് യഥാർത്ഥ ആത്മീയതയുടെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ആർ ഹാവിങ്, നമുക്കുള്ളതിൽ നമ്മൾ തൃപ്തരാണെങ്കിൽ അതിന്റെ അർത്ഥം മുമ്പോട്ട് നാം പരിശ്രമിക്കരുതെന്നോ പഠിക്കേണ്ടെന്നോ അല്ലെങ്കിൽ ശ്രമിക്കേണ്ടെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ സാരം ഇപ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരാണോ? ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ സംതൃപ്തരാണോ? ചിലരുണ്ട് ഈവൻ കഴിക്കുന്നതിൽ പോലും സംതൃപ്തരല്ല. കഴിച്ചു കഴിഞ്ഞാലും ഒരു സംതൃപ്തി എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഒരു സംതൃപ്തമായ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല. പിന്നെ എന്താ പറയാ, മറ്റു പല കാര്യങ്ങൾ, ജോലിയിലാകട്ടെ സാമ്പത്തിക മേഖലകളിലാകട്ടെ സംതൃപ്തമാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല. അതെന്താണെന്നറിയാമോ? അത് യഥാർത്ഥ ആത്മീകത ഇല്ലായ്മയുടെ ഒരു ലക്ഷണമാണ്. അപ്പം ഈ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, കുഞ്ഞെ, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് തരുന്ന വെള്ളം നിന്റെ ദാഹത്തെ ശമിപ്പിക്കുന്ന, ഇറ്റ് വിൽ സാറ്റിസ്ഫൈ, നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ ഒരു തൃപ്തി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനായി സാധിക്കട്ടെ. നമ്മൾ ഇന്ന് തൃപ്തരാണോ നമ്മുടേതായ ജീവിത അനുഭവങ്ങൾ, അതോ അതൃപ്തമാണോ? നമുക്ക് ഒരു തൃപ്തിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് പേരെ വളരെ പേഴ്സണലി ഇങ്ങനെ മീറ്റ് ചെയ്തു, വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം അവർക്ക് പറയാനുള്ളൊരു ഉത്തരം ഇതാണ്: എന്തൊക്കെയോ വീണ്ടും 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 ലഭിക്കണം, കിട്ടണം, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അതൃപ്തരാക്കിയിട്ട് അവരെ നിരാശയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതൃപ്തിയാണ്. അപ്പം അവിടെ പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ചർച്ചയിൽ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെരി ആക്റ്റീവ്, വെരി ആക്റ്റീവ്. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ പാസേജ് നമുക്ക് തരുന്നത് ഒരു റിലിജിയോസിറ്റിയും അപ്പോൾ തന്നെ ഒരു ട്രൂ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. അപ്പം ഈ അവിടെ ഒരു വലിയ ഒരു അന്തരം കാണിക്കുകയാണ്. അപ്പം എന്തായിരിക്കണം നമ്മുടെ ഒരു ആത്മീയത, എങ്ങനെ ആയിരിക്കണം എന്ന് അവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നു. അവിടെ പലപ്പോഴും നമ്മൾ അതൃപ്തിയിൽ ജീവിക്കുന്ന ആ ജീവിതത്തെ കർത്താവ് നോക്കിയിട്ട് പറയുകയാണ്, ഇതൊരു ആത്മീയതയുടെ ലക്ഷണമല്ല, ഇതൊരു യഥാർത്ഥ ആത്മീയത. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പള്ളി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ടാകും, സ്മൂത്തായിട്ട് പോകുന്നുണ്ടാകും, സിസ്റ്റമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഒരു ആത്മീയത അവിടെയോ മിസ് ചെയ്യുന്നു. ഇന്ന് വൈകിയ സമയം ഈ ദൈവവചന കേൾവിയുടെ മുമ്പിൽ ഞാനടക്കം പറയുന്നതും കേൾക്കുന്നതും നമുക്ക് ഒരുമിച്ച് നമുക്കൊന്ന് ചിന്തിക്കാനായി സാധിക്കട്ടെ. കർത്താവേ, എവിടെയെങ്കിലുമൊക്കെ അതൃപ്തമായി എന്തെങ്കിലുമൊക്കെ ആത്മീയത ഒഴിച്ച് ദൈവമായിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ അതൃപ്തി ഒഴിയെ ബാക്കി എല്ലാ കാര്യത്തിലും, ജോലിയാകട്ടെ, ജീവിതമാകട്ടെ, സാമ്പത്തികമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളാകട്ടെ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാകട്ടെ, ഇവിടെയൊക്കെ നാം തൃപ്തരാണോ അതോ അതൃപ്തമാണോ എന്ന് ഒന്ന് ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ അത് യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മളെ നയിക്കുന്നതല്ല എന്ന ബോധ്യത്തിൽ യേശുവിലേക്ക് അടുത്ത് വരുന്നതിനും ആ യഥാർത്ഥ യേശുവിൽ നിന്നുള്ള തൃപ്തി നമുക്ക് ലഭിക്കുന്നതിനും കാരണമാകട്ടെ. അടുത്തതായിട്ട് നാലാമതായി നമുക്ക് കാണാൻ കഴിയും, ഒന്നാമത്തെ കാര്യം ബ്രേക്കിംഗ് ദ മെന്റാലിറ്റി, സെക്കൻഡ് വൺ നോയിങ് ദ റിയാലിറ്റി, ആൻഡ് തേർഡ് വൺ എക്സ്പീരിയൻസിങ് ദ സ്പെഷ്യാലിറ്റി, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ചേഞ്ചിങ് ദ ലൊക്കാലിറ്റി. എന്താ ലൊക്കാലിറ്റി? നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നു. ആത്മീയതയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഈ താഴോട്ടിങ്ങനെ കുറെ വർത്താനമൊക്കെ പറഞ്ഞു, യേശുമായിട്ടുള്ള കണക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞു വേണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ താഴോട്ട് പറയാണ് 21 വാക്യം. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് അവിടെ പറയാം. സോ അവിടെ ഒരു ഷിഫ്റ്റ് ഫ്രം പ്ലേസ് ടു പ്രസൻസ് എന്ന ഒരു കാര്യത്തിലേക്ക് മാറുകയാണ്. അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു മതപരമായ ഒരു ആത്മീക വീക്ഷണമാണ് ആ സ്ത്രീ പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, ഞങ്ങൾ അതിൻ്റെ അതിൽ തൃപ്തരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് താൻ പറയുകയാണ്. യേശു പറയുകയാണ്, ഇതിനെക്കാട്ടിലും
എന്താ പറയാ, നിയമപരമായിട്ടും ന്യായപ്രമാണപരമായിട്ടും ഒക്കെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. അത് ഇച്ചിരുടെ എന്താ പറയാ ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ്. ഇത് രണ്ടും അവിടെ നിൽക്കുമ്പോൾ തന്നെ യേശു കർത്താവ് പറയാണ് ഇതെല്ലാം ഒന്ന് മാറിയിട്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന യഥാർത്ഥ ആത്മീയതയിലേക്ക് സ്ഥലം വിട്ടിട്ട് ആ ലൊക്കാലിറ്റി മാറിയിട്ട് ദൈവിക പ്രസൻസിലേക്ക് മാറുന്ന ഒരു നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. പലപ്പോഴും ഈവൻ നമ്മുടെ ദൈവമക്കൾ എന്ന് പറയുന്ന പലതും വിട്ടു പലതിലേക്കും യഥാർത്ഥ ആത്മീയതയിലേക്ക് തിരിഞ്ഞു എന്നൊക്കെ പറയുന്നവര് ഈ ആണെങ്കിൽ പോലും, കഴിഞ്ഞ ദിവസം ഞാൻ ഇടത്തി ചെന്നപ്പോൾ ഒരാൾ ഒരിടത്ത് ഇരിക്കുക. അപ്പം അദ്ദേഹം എന്ത് ചെയ്താലും അവിടുന്ന് മാറത്തില്ല. അപ്പൊ ഇപ്പുറത്ത് ഒരാൾ വന്നിരുന്നു, പുള്ളിയോട് പറഞ്ഞു അപ്പുറത്തോട്ട് ഇരിക്കാൻ, പുള്ളി മാറത്തില്ല, പുള്ളി അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാ പറഞ്ഞു ഇന്നുപോലെ പുള്ളിക്ക് അവിടെ ഇരുന്നാലേ ആരാധന വരുത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ആത്മീയ സന്തോഷം വരുത്തുള്ളൂ എന്ന് മറ്റൊരാള് ഒരു ഇച്ചിരി കളിയാക്കി പറയുക. അപ്പം എനിക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ അതെന്താ പുള്ളിയോട് പറയാം എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, ഒരു പ്രത്യേക അനുഭവമാണ്, ഒരു പ്രത്യേക സന്തോഷമാണ് ആയിരിക്കാം. ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് മാത്രമേ ഉള്ളൂ, അല്ല അതിനകത്ത് യാഥാർത്ഥ മറ്റൊരു ആത്മീയതയുടെ വശങ്ങളൊന്നുമില്ല. ഈവൻ അതോടൊപ്പം തന്നെ ഇത് പറഞ്ഞു വന്നപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, എന്റെ പാസ്റ്ററെ ചിലയിടത്തൊന്നും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആ പള്ളി കാണുമ്പോൾ തന്നെ ആ ചർച്ച് കാണുമ്പോൾ തന്നെ ഒരു സുഖമില്ല, അതൊന്നൊരു എങ്ങനെ ആരാധിക്കാൻ തോന്നും. എനിക്ക് മനസ്സിലായില്ല അവരെ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും നമ്മുടെ പല ആളുകളുടെയും ഒരു ധാരണയാണ് ആ ചർച്ച് കാണുമ്പോൾ ആ ലൊക്കാലിറ്റി കാണുമ്പോൾ നമുക്കൊരു ഒരു ആത്മീയ ആരാധനയുടെ ഒരു അന്തരീക്ഷമൊന്നും വരുന്നില്ല എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി. കാര്യം ഞങ്ങൾ ഇവിടെ ഒരു കത്തോലിക്ക പള്ളിയില്ല, ഞങ്ങളുടെ വൈകുന്നേരത്തെ ഒരു ആരാധന നടന്നുകൊണ്ടിരുന്നു. കത്തോലിക്ക പള്ളി എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്കകത്തുള്ളൊരു പള്ളിയുണ്ട്. അപ്പൊ നമുക്ക് ഈ വൈകിട്ട് ഒരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അതിന് സ്ഥലം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ആ കത്തോലിക്ക പള്ളിയിൽ അവിടെ ചെന്ന് വെച്ചാൽ മിലിറ്ററി ചെന്ന് ചോദിച്ചപ്പോ എന്നോട് അവിടുത്തെ റിലീജിയസ് ലീഡറുണ്ട്, പുള്ളി ഒരു സിഖുകാരൻ, പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ സാർ ഞങ്ങൾക്ക് തരാം, കുഴപ്പമൊന്നുമില്ല, ഒരു ലെറ്റർ തരാം. അപ്പൊ നമ്മളൊരു ലെറ്റർ കൊടുത്തു. പുള്ളി എന്നെ ഇപ്പോഴും വിളിക്കുന്നത് ഫാദർ എന്നാ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും വിളിക്കും, അവിടെ ചെല്ലും, നമ്മൾ പ്രാർത്ഥിക്കും, കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ അതൊരെന്ന് പറഞ്ഞു ഒരു ടിപ്പിക്കൽ കത്തോലിക്ക, രണ്ടിടത്തും അപ്പുറത്തും ഇപ്പുറത്തും ഇതൊക്കെ ഇരിപ്പുണ്ട്, രൂപങ്ങളും സംഭവം ഒക്കെ ഇരിപ്പുണ്ട്, വെള്ളിയെ കുരിശു എല്ലാ സംഭവം ഉണ്ട്, മധുവാഹയൊക്കെ ഉണ്ട്. പുള്ളി എന്നോട് ചോദിച്ചു കോട്ടും അകത്തെ സാധനമൊക്കെ അകത്തിരിപ്പുണ്ട്, അച്ഛന് വേണമെങ്കിൽ എടുത്തിട്ടോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നോട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോൾ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ചെന്നപ്പോഴേ അതിന്റെ താക്കോലും കാര്യങ്ങളും ഒക്കെ എന്നെ ഏൽപ്പിച്ചു. അകത്ത് ലോഹ ഇരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് ഉപയോഗിക്കാമൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് അവിടെ പോയി ഭയങ്കര സന്തോഷം തോന്നി. കാര്യം നമുക്കൊരു ആരാധിക്കാൻ ഒരു സ്ഥലം കിട്ടി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ആ മിലിറ്ററിയിലുള്ള ഒത്തിരി പേര്, ഈവൻ അവിടുന്ന് റിട്ടയർ ആയി പോകുന്ന ആളുകളൊക്കെ വരും പ്രാർത്ഥിക്കാനായിട്ട്. പല ഓഗസ്റ്റ് 15 ഇങ്ങനെയൊക്കെയുള്ള പബ്ലിക് ഇതിലൊക്കെ പലപ്പോഴും നമ്മളെ ദൈവജനം പറയാനായിട്ട് അവർ ക്ഷണിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ പലപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ന്, ഇതൊന്നും യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മളെ നയിക്കുന്നതല്ല. അവിടെ കഥാ പറഞ്ഞു ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നാം അടുത്തു വരുന്ന, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും 3 പേരാണെങ്കിലും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളോട് കൂടെ നടക്കുന്ന, നമ്മൾ മാറിയാലും നമ്മളോട് മാറാതെ നടക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, നമുക്ക് ഒരുമിച്ച് ഇന്ന് വൈകിയ സമയം നമുക്ക് പറയാനായി സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചതിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ വഴികൾ മാറിപ്പോയിട്ടും അങ്ങ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചതിനായി സ്തോത്രം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ എന്താ പറയാ, നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഇല്ല, അയ്യോ എന്നോടൊപ്പം ഇല്ലായിരുന്നു, എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള പലപ്പോഴും നമ്മൾ കുറ്റം പറയാറുണ്ട്. പക്ഷെ എത്ര പ്രാവശ്യം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളറിയാതെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതിന് നാം നന്ദി പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് കുത്തിക്കുറിക്കുന്ന കൂട്ടത്തിൽ എഴുതി, ഇതുപോലെ എന്താ പറയാ, ഗൂഗിൾ മാപ്പ് ആരാണ്ടെ വഴി തെറ്റിച്ചെന്ന് പറഞ്ഞിട്ട് വലിയൊരു പോസ്റ്റ്. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു, എങ്ങാണ്ട് ഒരു 2 വീലർ പോകുന്ന വഴിയിലൂടെ കൊണ്ടുപോയി കാറിന്. ഇതാണ് പ്രശ്നം. അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു ഒക്കെ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഈ ഗൂഗിൾ മാപ്പ് ഇറങ്ങിയ കാലം മുതൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ശരിയായ പാതയിലൂടെ കൊണ്ടുപോയി. അതിനൊന്നും ആരും ഇതുവരെ ഒരു താങ്ക്സ് പറഞ്ഞിട്ടില്ല, ഒരിക്കലും താങ്ക്സ് പറഞ്ഞിട്ടില്ല. ഇത് മുമ്പിൽ പോയ ആരോ, 2 വീലറെ പോയ ഒരാള് 2 വീലറിന്റെ മാറ്റി 4 വീലർ ഇടാഞ്ഞത് കൊണ്ട് വന്ന ഏതോ ടെക്നിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അതിന് ഗൂഗിളിനെ ചീത്ത പറയുക, താഴെ വരുമ്പോ എന്തെല്ലാം കുറ്റമാ പറയുന്നത്, എന്തെല്ലാം എത്ര മോശമായ കാര്യങ്ങളാ പറയുന്നത്.
പക്ഷെ ആരും ഒരിക്കലും ഒരു നല്ല വാക്ക് പറഞ്ഞ് കേട്ടിട്ടില്ല. എത്രയോ എത്രയോ അവസരങ്ങൾ നാം അറിയാതെ നമ്മളോടൊപ്പം സഞ്ചരിച്ച് നമ്മുടെ മുമ്പിൽ, നമ്മുടെ പുറകിൽ, നമ്മളോടൊപ്പം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളോട് കൂടെ ഇരുന്ന ദൈവ സാന്നിധ്യത്തിന് എത്ര പ്രാവശ്യം നാം നന്ദി പറഞ്ഞു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയട്ടെ, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. പലപ്പോഴും ഞാൻ അങ്ങയിൽ നിന്ന് ഡിസ്കണക്ട് ആയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അങ്ങയുമായി ആ കണക്ഷനിൽ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, നമുക്ക് നഷ്ടമാകുന്നത് ദൈവ സാന്നിധ്യമല്ല. ഇതാ നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് നഷ്ടപ്പെടാൻ കഴിയത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അതൊരു നമ്മുടെ ഒരു പരിമിതമായ ഒരു അറിവ്. ഞാൻ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, സോ വി കാൺ മൂവ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. എന്താണെങ്കിലും വി കാൺ മൂവ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതല്ല, പക്ഷെ നമുക്ക് പറ്റുന്നൊരു കാര്യം, വി ക്യാൻ ഡിസ്കണക്ട് ഫ്രം ദ പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണെങ്കിലും സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ആ സാന്നിധ്യത്തിൽ ഞാൻ ആ ദൈവവുമായിട്ടുള്ള എന്റെ കണക്ഷനാണ് ഏറ്റവും. ഞാൻ കണക്റ്റഡ് ആണോ? ഇന്ന് വൈകിയ സമയം നമുക്കൊന്ന് ചിന്തിക്കുവാനായി കഴിയട്ടെ. ആ കണക്ഷൻ ഉണ്ടെങ്കിൽ നാം പറയും, കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം, നിന്റെ സാന്നിധ്യത്തിനായി നന്ദി, നീ എന്നെ പരിപാലിച്ചതിനായി സ്തോത്രം, നീ എന്നെ കൊണ്ടുവന്നതിനായി സ്തോത്രം, നീ എന്നെ വഴി നടത്തിയതിനായി സ്തോത്രം. കർത്താവേ, അങ്ങേക്ക് മറഞ്ഞിരിക്കുന്നതായി ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന അറിവോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനായി സാധിക്കും. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ചേഞ്ചിങ് ദ ലൊക്കാലിറ്റി. ആ ഒരു മാറ്റം ആത്മീയതയുടെ മറ്റൊരാവശ്യമാണ്. അത് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. ഇനി അടുത്തത് അഞ്ചാമത്തെ കാര്യം, കമ്മിങ് ടു ദ ട്രൂ സ്പിരിച്വാലിറ്റി. കമ്മിങ് ടു ദ ട്രൂ സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയാമോ? അത് 25-ും 26-ലും നമുക്ക് കാണാനായി സാധിക്കും. യഥാർത്ഥ ആത്മീയതയിലേക്ക് വരികയാണ്. എന്താണത്? സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. അവിടെ അവര് തമ്മിൽ ഒരു എന്താ പറയാ, യഥാർത്ഥ തിരിച്ചറിവ് ഉണ്ടാകുക. ഇതുവരെ ആ സ്ത്രീ കേട്ടിരുന്ന ഒരു അറിവായിരുന്നു. ഇപ്പോൾ ആ യഥാർത്ഥ അറിവിലേക്ക്, ആ മശിഹായെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. കമ്മിങ് ടു ദ ട്രൂ സ്പിരിച്വാലിറ്റി. അപ്പം ആ കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മള് യേശുവിനെ അറിഞ്ഞു, യേശുവിനെ കണ്ടു, യേശുവിനെ മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലപ്പോഴും പരിമിതമായ അറിവുകൾ നമുക്ക് ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അവിടെ ഉണ്ട്. ആ പരിമിതമായ അറിവുകൾ വിട്ടിട്ട്, കർത്താവേ, അങ്ങേ ആ യഥാർത്ഥത്തിൽ എനിക്കൊന്ന് അറിഞ്ഞ് ആ യഥാർത്ഥ ആത്മീയതയിലേക്ക് വരാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അടുത്തു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആറാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് 28-ാമത്തെ വാക്യത്തിലാണ്. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്ന എക്സ്പീരിയൻസിങ് എക്സ്പ്രസിങ് ഹെർ ചേഞ്ച്ഡ് മെന്റാലിറ്റി. ആദ്യം നമ്മൾ തുടങ്ങിയത് ബ്രേക്കിംഗ് ദ മെന്റാലിറ്റി. അപ്പൊ ആ മെന്റാലിറ്റി എന്തായിരുന്നു? ആ മെന്റാലിറ്റി ആദ്യത്തെ തുടങ്ങിയപ്പോ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ എന്തില്ല? ഒരു ബന്ധമില്ല, ഒരു കണക്ഷൻ ഇല്ല. ആ ഒരു കണക്ഷൻ ഇല്ലായ്മയാ അവിടെ പറയുന്നത്. തന്റെ വായിൽ നിന്ന് വരുന്നതും തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതും എന്താണ്? ഒരു എനിക്ക് നിങ്ങൾക്കും തമ്മിലുള്ള ബന്ധമൊന്നുമില്ല, നിങ്ങൾ വേറെയാണ്, ഞങ്ങൾ വേറെയാണ്. പക്ഷേ ഇത്രയും മാറ്റങ്ങൾ, മെന്റാലിറ്റി മാറി, റിയാലിറ്റി അറിഞ്ഞു, സ്പെഷ്യാലിറ്റിയെ അനുഭവിച്ചു, അറിയുന്നു, ലൊക്കാലിറ്റിയുടെ ചേഞ്ച് മനസ്സിലാക്കി, ട്രൂ സ്പിരിച്വാലിറ്റിയുമായിട്ടൊന്ന് കണക്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പ്രസിങ് ദ ട്രൂ മെന്റാലിറ്റി ഓർ ചേഞ്ച് മെന്റാലിറ്റി, അവിടെ ആ മാറ്റം വന്ന മനോഭാവത്തെ എക്സ്പ്രസ് ചെയ്യുകയാണ്. അതെന്താണ്? 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു ഒരു മനുഷ്യനെ വന്ന് കാണും. അവിടെ അവൾ ഇപ്പൊ എക്സ്പ്രസ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല. എക്സ്പ്രസ് ചെയ്യാനായിട്ട് നേരത്തെ മറ്റു ചില കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾക്ക് തമ്മിൽ അന്തരമുണ്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങളായിരുന്നു എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ പട്ടണത്തിലേക്ക് ഓടി ചെന്നിട്ട് പറയുകയാണ്, എന്റെ ജീവിതത്തെ അറിഞ്ഞ, എന്നെ മനസ്സിലാക്കിയ, എന്നെ യഥാർത്ഥത്തിൽ എന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ അറിയുന്ന ഒരുവനെ ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് താൻ ഓടിച്ചെന്ന് പട്ടണത്തിൽ പറയുകയാണ്, ആളുകളോട് പറയുകയാണ്. അതാണ് എക്സ്പ്രസ് ചെയ്യുന്നത്.
ആരെയും സെപ്പറേറ്റ് ചെയ്യുന്നതൊന്നുമല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ്പ്രസ് ചെയ്യുന്നത് മറ്റുള്ളവർക്കും കൂടെ ഗുണം വരുന്നതാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ ഈ യഥാർത്ഥ ആത്മീയതയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? പലപ്പോഴും ഞാൻ ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട്. ഈ ആത്മീയതയിൽ നമുക്ക് ഒത്തിരി എന്താ പറയാ, ഓവർ ക്രിറ്റിസിസം, ഓവർ എന്താ പറയാ, ഇതൊക്കെ വരുമ്പോൾ ആ ഒരു സെപ്പറേഷൻസിലേക്കൊക്കെ ആളുകൾ പോകുന്നു, കണക്ഷൻ ഇല്ലാതെ പോകുന്നു, ബന്ധം നഷ്ടപ്പെടുന്നു. ആദ്യം ദൈവമായിട്ടൊരു ബന്ധം, പിന്നെ മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. അവിടെ ആ കണക്ഷൻസ് നഷ്ടപ്പെടുകയാണ്. എക്സ്പ്രസ് ചെയ്യുന്നതെല്ലാം ഒരു ചേഞ്ച് ആകാത്ത മെന്റാലിറ്റിയിൽ നിന്നുള്ള എക്സ്പ്രഷൻസ് ആണ്. പലപ്പോഴും നാം കർത്താവിനെ പരിചയപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ സ്ത്രീ എന്നിട്ട് പറയണേ, ഐ എം നോട്ട് ഹാവിങ് എനിത്തിങ് ടു സേ, ഐ എം ഹാവിങ് ദിസ് തിങ്, ദിസ് ഈസ് മൈ മെസ്സേജ്. എന്നെ അറിഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു. പക്ഷെ നേരത്തെ എന്തായിരുന്നു? താൻ അറിഞ്ഞത് അവ്യക്തമായ അറിവാ പറയുന്നത്. സോ വാട്ട് ഷീ ലേൺ, അവൾ അറിഞ്ഞ കാര്യങ്ങൾ, പിതാക്കന്മാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യേശുവിനോട് പോലും പറഞ്ഞത് അതാ. പക്ഷെ ഇപ്പം യഥാർത്ഥത്തിൽ ആ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ, ആ ട്രാൻസ്ഫോർമേഷൻ തന്റെ ജീവിതത്തിലൂടെ ചില മിനിറ്റുകൾ, മണിക്കൂറുകൾ ഉള്ള സംസാരത്തിൽ വന്നപ്പോൾ താൻ പറയുകയാണ്, എന്നെ അറിഞ്ഞൊരുവനെ ഞാനിപ്പോ പരിചയപ്പെടുത്തുക. നേരത്തെ എന്റെ അറിവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെയല്ല. എന്നെ അറിഞ്ഞ, എന്റെ ജീവിതത്തെ അറിഞ്ഞ, എന്റെ അവസ്ഥകളെ അറിഞ്ഞ, എന്റെ അകവും പുറവും ഒരുപോലെ അറിയുന്ന ഒരുവനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതാണ് ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിലൂടെ നാം പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. യഥാർത്ഥ ആത്മീയതയിലൂടെ നാം പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടുന്ന ഇതാണ്. എന്റെ അറിവുകളല്ല, എന്റെ അറിവുകൾ ശരിയാകണമെന്നില്ല, അല്ലെ? നമ്മുടെയൊക്കെ അറിവുകൾ പലപ്പോഴും, ഇന്ന് പഠിച്ച കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ 10 വർഷത്തിന് മുമ്പ് ചിന്തിച്ച എന്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറെ ചിന്തകളുണ്ട്. അതല്ല ഇപ്പൊ മാറിയിട്ട് വേറെ എന്താ പറയാ, നമ്മൾ ഡെവലപ്പ് ആകുന്ന ഒരു ഡെവലപ്മെന്റ് സൈക്കോളജി ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ, സോ ഓട്ടോമാറ്റിക് ചേഞ്ചസ് വിൽ ഹാപ്പൻ. നമ്മുടെ ജീവിതവും ചിന്തകളും ചുറ്റുപാടും നേച്ചറും ഒക്കെ ഇറ്റ് വിൽ ബ്രിങ് ചേഞ്ചസ് ഇൻ അവർ ലൈഫ്. അത് തീർച്ചയായും ഉണ്ടാവും. അതിന് എത്ര ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് വിൽ ഹാപ്പൻ. ദാറ്റ് ഇസ് ദ യൂണിവേഴ്സൽ ലോ. അത് സംഭവിക്കും. അത് അതിന്റെ അകത്തിലുണ്ട്. നമ്മളത് അംഗീകരിക്കണം. അപ്പോൾ ആ മാറ്റങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ചുള്ള എന്റെ ശക്തമായ നിലപാടുകൾ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ മനസ്സിലാക്കിയ ഒരുവനെ കുറിച്ചുള്ള എന്റെ അറിവ് ഞാൻ പറയുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ അറിവ് പങ്കുവെക്കുന്നതല്ല സുവിശേഷീകരണം. അത് ഞാൻ എപ്പോഴും നേരത്തെ വിഷയം ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്റെ മിനിസ്ട്രി ചെയ്യാണ്, അല്ലെ? ദൈവം മൈ മിനിസ്ട്രി, നോ വാട്ട് ഐ ആം ഡൂയിങ്. അതാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ത്രൂ us, ദാറ്റ് ഈസ് എക്സാക്ട്ലി മിനിസ്ട്രി, അല്ലെ? ദൈവം എന്താണ് നമ്മളിലൂടെ ചെയ്യുന്നത്, അതാണ് മിനിസ്ട്രി. അല്ലെ? നമ്മൾ ചെയ്യുന്നത് ഇറ്റ്സ് അവർ മിനിസ്ട്രി, അല്ലെ? ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇത് കർത്താവിന് വേണ്ടി ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, കർത്താവ് എല്ലാം പറഞ്ഞു, ആർക്കറിയാം. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുക, അല്ലെ? പക്ഷെ കർത്താവ് പറയുന്നത് ചെയ്യുന്നതാണ് യഥാർത്ഥ മിനിസ്ട്രി എന്ന് പറയുന്നത്. വാട്ട് ഹി ഈസ് ഡൂയിങ് ത്രൂ us, ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് മിനിസ്ട്രി, അല്ലെ? ദൈവം എന്താണ് എന്നിലൂടെ ചെയ്യിക്കുന്നത്, അതാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്രസിങ് അവർ ഫെയ്ത്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പറയുന്നു, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എന്റെ അറിവുകളല്ല, എന്നെ നന്നായി മനസ്സിലാക്കിയ ഒരുവനെ ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ മനസ്സിലാക്കിയ വ്യക്തിയുടെ മനോഭാവങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും ഹൃദയവും ഞാൻ പങ്കുവെക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷീകരണം എന്ന് പറയുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഒരു യഥാർത്ഥ ആത്മീയതയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു കാര്യമാണ്. ഇന്ന് വൈകിയ സമയം നമുക്കും അങ്ങനെ ഒരു മനോഭാവത്തിന്റെ മാറ്റം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയ 6 കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഞാനും ഇത് എന്റെ ലൈഫിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒന്ന്, ബ്രേക്കിംഗ് ദ മെന്റാലിറ്റി. ഏതെങ്കിലുമൊക്കെ യഥാർത്ഥ ആത്മീയതയ്ക്ക് തടസ്സമായ മനോഭാവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണേ കർത്താവേ. അത് ബ്രേക്ക് ചെയ്യുന്ന ചില ഇൻസിഡൻസ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവ്. ചില എൻകൗണ്ടേഴ്സ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഐ നീഡ് സം റിയൽ എൻകൗണ്ടേഴ്സ് ടു ബ്രേക്ക് മൈ മെന്റാലിറ്റി. കർത്താവ്, നമുക്ക് നമ്മുടെ മനോഭാവങ്ങളൊന്നും പെട്ടെന്ന് മാറത്തില്ല കേട്ടോ. കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വർഷങ്ങളായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കിയ, നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ പഠിച്ചതായ പല കാര്യങ്ങളാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ us ടു ബ്രേക്ക് ദ തിങ്.
അല്ലെ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ യഥാർത്ഥ ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ എവിടെങ്കിലുമൊക്കെ ബ്രേക്ക് ചെയ്യപ്പെടേണ്ടുന്ന മതിൽക്കെട്ടുകൾ, അതിർവരമ്പുകൾ ഉണ്ടെങ്കിൽ കർത്താവേ, എനിക്കൊരു എൻകൗണ്ടർ ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ജീവിതത്തിലും ആ എൻകൗണ്ടർ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായി സാധിക്കട്ടെ. ആ ഒരു എൻകൗണ്ടർ വിൽ certainly break the walls and our mentality, and it will take us to the real spirituality. ഒന്നാമത്തെ കാര്യം, and knowing the reality that എന്താണ്, I am the gift of God. I am the gift of God. And the third one, experiencing the speciality. ആ ഒരു തൃപ്തിയുള്ള ഒരു അനുഭവം. അതൃപ്തമായ ഏതെങ്കിലും ജീവിത മേഖലകൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ, കർത്താവേ, എന്റെ അതൃപ്തികളൊക്കെ ഒന്ന് മാറി. I am satisfied. എനിക്ക് തൃപ്തിയാണ്. എനിക്ക് അതിന്റെ അകത്ത് ഇനിയൊന്നും അതിന്റെ അർത്ഥം നാളെ എനിക്ക് ഞാനൊന്നും ചെയ്യത്തില്ല. ഇന്ന് എന്താ പ്രസംഗം കേട്ടോ, അപ്പൊ നാളെ ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ചെയ്ത് മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാരും പറയരുത്, ഞാൻ നാളെ മുതൽ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ ഉള്ളതൊക്കെ ആവശ്യം പോലെ ഉണ്ട്. എനിക്ക് ഈ ഒരു തലമുറയ്ക്ക് ജീവിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇനി നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നൊന്നും ആരും പറഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ തൃപ്തരാ, ഐ ആം ഹാപ്പി, അല്ലെ? നമുക്ക് ഒരു അതൃപ്തമായ ഒരു മനോഭാവമല്ല, എനിക്ക് തൃപ്തിയാ. അതിന്റെ അർത്ഥം ഞാൻ നാളെ ജോലിക്ക് പോകത്തില്ലെന്നോ, ഞാൻ നാളെ പഠിക്കത്തില്ല. പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ പിള്ളേരോടും പറഞ്ഞതുപോലെ, പാസങ്ങളെ, ഞാൻ ഇപ്പൊ 5ാം ക്ലാസ്സിൽ, എനിക്ക് 5ാം ക്ലാസ് മതി, ഐ ആം സാറ്റിസ്ഫൈഡ്, എനിക്ക് 6ാം ക്ലാസ്സിലേക്ക് പോകണ്ട എന്നൊരു മനോഭാവമല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പലപ്പോഴും ഒരു പ്രശ്നം എന്താ അറിയോ, വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്റർപ്രിറ്റേഴ്സ്. നമ്മള് വ്യാഖ്യാനികളുടെ ഒരു സമൂഹമാണ് പെന്തക്കോസ്തുകാരെന്ന്. എല്ലാത്തിനെയും വ്യാഖ്യാനിക്കും, അല്ലെ? പാസ്റ്റർ പറഞ്ഞതിനെയും വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ ഉള്ളതിനെയും വ്യാഖ്യാനിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് വ്യാഖ്യാനിക്കും. ഞാൻ പറഞ്ഞത്, ഈ വ്യാഖ്യാനത്തെ കുറിച്ചുള്ള എന്റെ ഒരു വീക്ഷണമുണ്ട്. ദൈവം ചിലപ്പോഴേലും ഞാൻ പിന്നീട് പറയാം. ഇന്റർപ്രറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഹെർമനോട്ടിക്സും ഒക്കെ വരുമ്പോഴത്തേക്ക് എന്റെ ഒരു വീക്ഷണമുണ്ട്. ഞാൻ എന്റെ ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ദൈവം പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പം ഈ പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് വ്യാഖ്യാനിച്ചതിനെ അങ്ങ് നശിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്കല്ല നമ്മൾ എത്തേണ്ടത്. നമ്മൾ കർത്താവേ, എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ ഐ ആം സാറ്റിസ്ഫൈഡ്. ഞാൻ തൃപ്തനാണ്. എനിക്ക് അതിന്റെ ഒരു അതൃപ്തമായ ഒരു കാര്യം. പിന്നെ ചേഞ്ചിങ് ദ ലൊക്കാലിറ്റി. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് എന്നെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അത് ഇന്നടത്ത് പോകുമ്പോഴോ ഇന്നടത്തിരിക്കുമ്പോഴോ, ഈ ചിലരുണ്ട് സൂമിൽ ഇരിക്കുമ്പോൾ ഒരു സാന്നിധ്യം ഇല്ലെന്നാ പറയുന്നത്. എനിക്കത് മനസ്സിലാകത്തില്ല. അത് എനിക്കറിയത്തില്ല. സൂമിൽ ഒരു സാന്നിധ്യം, കഴിഞ്ഞ ദിവസം സൂമിൽ ഒരു സാന്നിധ്യം ഇല്ലായിരുന്നു മാസ്റ്ററെ. ശരിയായിരിക്കും, അതൊരു ഒരു സൈക്കോളജിക്കലാ, അല്ലേ? ഒരു മനോഭാവം, ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്. അത് നല്ല കാര്യമാണ്. 10 പേരോട് കൂടുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു സന്തോഷം ചിലപ്പം ഭൂമി കിട്ടത്തില്ല. പക്ഷെ ദൈവ സാന്നിധ്യം ഒന്നും ഇല്ലായിരുന്നെന്നും എന്താ പറയാ, ദൈവത്തിന്റെ സാന്നിധ്യം ഒന്നും ഞാൻ അനുഭവിച്ചില്ലായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം, വി ആർ ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഇന്ന് രാത്രിയിൽ ഒറ്റ കാര്യം മാത്രം നോക്കുക, ദൈവമേ, ഞാൻ അങ്ങയുമായി ബന്ധിതനാണോ, കണക്റ്റഡ് ആണോ എന്ന് മാത്രം ഇന്ന് രാത്രിയിൽ ഒന്ന് ശോധന ചെയ്തിട്ട്, നാം അറിയാതെ നമ്മളെ വഴി നടത്തിയ ദൈവത്തിന് ഇന്ന് രാത്രിയിലും നന്ദി പറയുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പിന്നെ അടുത്തത് 5ാമത്തെ കാര്യം, കമ്മിങ് ടു ദ ട്രൂ സ്പിരിച്വാലിറ്റി. യേശുവുമായിട്ടുള്ള ആ കണക്ഷൻ, യേശുവുമായിട്ടുള്ള ഒരു റിയൽ കണക്ഷൻ. 6ാമത്തെ കാര്യം, എക്സ്പ്രസിങ് ഹെർ ചേഞ്ച്ഡ് മെന്റാലിറ്റി. അവിടെ മാറ്റം വന്ന മനോഭാവത്തെ മറ്റുള്ളവരോട് പറയുന്നതാണ് യഥാർത്ഥ ആത്മീയതയുടെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മതപരമായ ഒരു കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ ഔട്ട്വേർഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥ ആത്മീയത നമ്മുടെ ആന്തരികമായ പല കാര്യങ്ങളെ ശോധന ചെയ്യുവാനായി സാധിക്കുന്നു. മതപരമായ കാര്യങ്ങൾ പലപ്പോഴും റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആ യഥാർത്ഥ ആത്മീയത നമ്മളെ കണക്റ്റഡ് ആകാനായി സഹായിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഞാൻ ദൈവമായിട്ട് കണക്റ്റഡ് ആണോ? എന്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? പുറത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിലും പുറത്ത് മാറ്റങ്ങൾ ഓട്ടോമാറ്റിക് വന്നോളും. ഫിസിക്കലി നമുക്ക് മാറ്റങ്ങൾ വരും, എന്താ പറയാ, ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ അകത്ത് മാറ്റങ്ങളുണ്ടോ? അകത്ത് വ്യത്യാസങ്ങളുണ്ടോ? ഇന്ന് രാത്രിയിൽ അകത്തെ വ്യത്യാസവും ദൈവമായിട്ടുള്ള കണക്ഷനും ഉറപ്പുവരുത്തുന്ന ഒരു യഥാർത്ഥ ആത്മീയത, അതിന് എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. കർത്താവേ, അതിന് എത്ര വില കൊടുക്കാൻ, അതിന് ഏതറ്റം വരെയും ഞാൻ പോകാൻ ഞാൻ റെഡിയാണ്. കാര്യം എനിക്ക് I give preference to this. I give importance to these 2 things. എന്താണ്? The connection with Lord and എന്താ പറയാ, the inward changes. അത് എന്റെ അകത്ത് നടക്കുന്ന പരിവർത്തനങ്ങളും മാറ്റങ്ങളും അതാണ് യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മളെ നയിക്കുന്നത്. യഥാർത്ഥ ആത്മീയതയിൽ മുന്നേറുവാൻ അനേകർക്ക് നമ്മുടെ മാറ്റം വന്ന മനോഭാവത്തിന്റെ ചിന്തകൾ പങ്കുവെക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. God bless you all.